പവർ സ്ലാപ്പിൻ്റെ സ്ലോ മോഷൻ വീഡിയോ കണ്ടിട്ടുണ്ടോ? അതായത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള മുഖത്തടിക്കുന്ന കോമ്പറ്റീഷൻ, അതിൻ്റെ സ്ലോ മോഷൻ വീഡിയോ കണ്ടാലറിയാം അതിലെ സ്ലാപ്പേഴ്സിൻ്റെ സ്ലാപ്പിംഗ് പവർ എത്രത്തോളമുണ്ട് എന്ന്. ഏതാണ്ട് 1000 ന്യൂട്ടൺസിന് മുകളിൽ വരും. ലോകത്തിലെ ഏറ്റവും ഹെവിയസ്റ്റ് പഞ്ച് ആരുടേതാണ്? മുഹമ്മദ് അലി, മൈക്ക് ടൈസൺ, അങ്ങനെ ഒരുപാട് പേരുടെ മുഖം ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ വന്നേക്കാം. എന്നാൽ ഗൂഗിൾ പറയുന്ന അനുസരിച്ച് ഏറ്റവും ഹെവിയസ്റ്റ് പഞ്ച് ഫ്രാൻസിസ് ങ്ങനോ എന്ന കാമറൂണിനാണ്. മൂപ്പരുടെ പഞ്ചിങ് പവർ 2017 റെക്കോർഡ് ചെയ്തത് എത്രയാണെന്നറിയോ? 1,29,000 യൂണിറ്റ്. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. അതായത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഹാമറില്ലേ, അത് കറക്കി 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 ആഞ്ഞടിച്ചാലും ഫ്രാൻസിസ് ഇരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. ഫ്രാൻസിസിൻ്റെ പഞ്ചിങ് പവറിൻ്റെ യൂണിറ്റ് അത് നമ്മൾ ന്യൂട്ടൺസിലേക്ക് മാറ്റിയാൽ ഏതാണ്ട് എത്ര വരും ഊഹിക്കാമോ? 10,000, 20,000? അല്ല, 71,000. അതായത് വെയിറ്റിൽ പറയുകയാണെങ്കിൽ ഏതാണ്ട് 7,000 കിലോ. എന്നാൽ മൈക്ക് ടൈസന്റെ പഞ്ചിങ് പവർ അങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അപ്രോക്സിമേറ്റ്ലി പറയപ്പെടുന്നത് അത് 11,000-നും 15,000-നും ഇടയിൽ വരാം എന്നാണ്. അതായത് ഏതാണ്ട് 1,500 കിലോഗ്രാം ഓഫ് ഫോഴ്സ്. എന്നാൽ പഠനങ്ങൾ പറയുന്നത് ഇവരാരുമല്ല ലോകത്തിലെ ഏറ്റവും പവർഫുൾ പഞ്ചിന്റെ ഉടമ എന്ന്. ഇനിയാണ് നായകന്റെ വരവ്. വലുപ്പത്തിൽ ആൾ 10 സെന്റിമീറ്റർ ഉള്ളൂ എങ്കിലും ആൾ അത്ര നിസ്സാരക്കാരനല്ല. ഒരൊറ്റ ഇടിക്ക് നമ്മുടെ തൊലിയിൽ നിന്നും മാംസത്തിൽ നിന്നും അസ്ഥികൂടം വേർപെട്ട് തെറിച്ചു പോകുമെന്ന് കണക്കുകൂട്ടലുകൾ പറയുന്നു. ഇവൻ്റെ ഒരു ഇടിയുടെ സ്പീഡ് എത്രയാണെന്നറിയാം? മണിക്കൂറിൽ 80 കിലോമീറ്റർ. എന്നാൽ ആക്സിലറേഷനോ 1 സെക്കൻഡിൽ 300 മൈൽ. നമ്മൾ നേരത്തെ പറഞ്ഞ മൈക്ക് ടൈസൺ ഉണ്ടല്ലോ, മൂപ്പരുടെ പഞ്ചിൻ്റെ ആക്സിലറേഷൻ 9 മൈൽ പെർ സെക്കൻഡാണ്. എന്നാൽ 10 സെൻറ്റിമീറ്റർ മാത്രം വലുപ്പമുള്ള നമ്മുടെ മാറ്റിസ് ഷ്രിംപ് അദ്ദേഹത്തെ ഒന്ന് വലുതാക്കി മൈക്ക് ടൈസന്റെ വലുപ്പത്തിൽ എത്തിച്ചു എന്ന് വിചാരിക്കുക. ആ ഒരു പഞ്ചിൻ്റെ ആക്സിലറേഷൻ 300 മൈൽ പെർ സെക്കൻഡാണ്. അതായത് ഏതാണ്ട് 96 കിലോമീറ്റർ വേഗതയിൽ വരുന്ന ഒരു കാർ നിങ്ങൾ ഇടിച്ച് തെറിപ്പിച്ചാൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാകുമോ അത്രത്തോളം. ഇടി കൊണ്ടവൻ ചത്ത്. മാറ്റിസ് ഷ്രിംപ് വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. ഞണ്ടുകളെ പോലും ഒരൊറ്റ ഇടിക്ക് തകർത്ത് കളയാൻ അവന് സാധിക്കും. അതിനെ ഒരു അക്വേറിയത്തിൽ ഇട്ടാൽ ഒരൊറ്റ ബ്ലോ കൊണ്ട് ആ അക്വേറിയം തകർക്കാനും അവന് കഴിയും. അവൻ്റെ ശരീരഭാരത്തേക്കാൾ 25,000 മടങ്ങ് ശക്തമായി ഇടിക്കാനും സാധിക്കും. മാറ്റിസ് ഷ്രിംപിൻ്റെ ആക്രമണം പഠിക്കാൻ ഹൈ സ്പീഡ് ക്യാമറ, ഫോഴ്സ് സെൻസർ, അക്യൂസ്റ്റിക് സെൻസർ എന്നിവ കൂട്ടി ഉപയോഗിച്ച് ചില പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അതിലൂടെ കണ്ടെത്തിയത് മാറ്റിസ് ഷ്രിംപ് 2 തരത്തിലുള്ള ശക്തിയാണ് പ്രയോഗിക്കുന്നത് എന്നാണ്. ഒന്നാമതായി ഷ്രിംപിൻ്റെ കൈ, അപ്പൻഡേജ്, നേരിട്ട് ഇരയെ അടിക്കുന്നതിലൂടെ. രണ്ടാമതായി അടിക്കുമ്പോൾ ഉണ്ടാകുന്ന കാവിറ്റേഷൻ ബബിൾ പൊട്ടിത്തെറിക്കുന്നതിലൂടെ. അതായത് ഓരോ തവണ ആക്രമിക്കുമ്പോഴും ജാക്ക് ഹാമർ പോലെ 4 തവണ ശക്തി പ്രയോഗിക്കുന്നു. ഒന്നാമത്തെ കൈ ഉപയോഗിക്കുമ്പോൾ അതിനുശേഷം ഉണ്ടാകുന്ന ബബിൾ പൊട്ടുമ്പോൾ. രണ്ടാമത്തെ കൈ ഉപയോഗിക്കുമ്പോൾ അതിനുശേഷമുള്ള ബബിൾ പൊട്ടുമ്പോൾ. ഇതെല്ലാം സംഭവിക്കുന്നത് വെറും 800 മൈക്രോ സെക്കൻഡിലാണ്. അതായത് 1 സെക്കൻഡിൻ്റെ എത്രയോ ചെറിയ ഭാഗം. അതിനുപയോഗിക്കുന്ന ശക്തി എന്ന് പറയുന്നതോ 1500 ന്യൂട്ടൺസിന് മുകളിലും. ഒരു മാറ്റിസ് ഷ്രിംപിനെ മനുഷ്യൻ്റെ വലുപ്പത്തിലേക്ക് വലുതാക്കിയെടുത്താൽ സംഭവിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. എന്നാൽ ബേസിക് ബയോളജിയും ഫിസിക്സും ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും അത് അസാധ്യമാണ് എന്ന്. അതായത് അങ്ങനെ ഒരു രൂപത്തിലേക്ക് അത് എത്തിയാൽ തന്നെ അതിൻ്റെ സൈസും വെയിറ്റും കാരണം അതിൻ്റെ ആക്സലറേഷനും സ്പീഡും കുറയാനാണ് സാധ്യത. ഒരുപക്ഷെ അപ്പോഴും ചിലപ്പോൾ മനുഷ്യനേക്കാൾ കൂടുതൽ പ്രഹരശേഷിയുള്ള ഒരു ജീവിയായിരിക്കാം മാറ്റിസ് ഷ്രിംപ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വെറുതെ ചിന്തിക്കാൻ മാത്രം.